രാജാക്കന്മാർ അടക്കി വാണിരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് തലക്കെട്ടുകൾ തിരുത്തി കുറിച്ചുകൊണ്ടാണ് കല്യാണി പ്രിയദർശൻ എന്ന താരറാണി തന്റെ സ്വർണ്ണ സിംഹാസനത്തിൽ സ്ഥാനമേറുന്നത്. മലയാള സിനിമയുടെ സ്റ്റാൻഡേർഡുകളെ തന്നെ തിരുത്തി കുറിച്ച ഒരു ബെഞ്ച് മാർക്കോടെ ഒരു യക്ഷിക്ക് ഈ നാടിന്റെ പേടി സ്വപ്നമായിരുന്ന ഒരു കല്ലിയങ്കാട്ട് നീലിക്ക് നൽകിയ മുഴുവൻ സ്വാഗും ഫയറും കൊണ്ട് പ്രേക്ഷകരിൽ അവർ നിറയ്ക്കുന്ന ആവേശം അത്രയേറെയാണ്. ഇക്കാലം വരെയും അവരിലെ നായകത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചവർക്കുള്ള മറുപടിയായി നീലി. 300 കോടിയുടെ സ്വപ്ന വിജയത്തിളക്കത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് അതേ നായിക രവിമോഹനൊപ്പം തമിഴ് ചിത്രം ജീനിയിലെ അബ്ദി അബ്ദി എന്ന ഗാനരംഗത്തും പ്രത്യക്ഷപ്പെട്ടത്. AR റഹ്മാന്റെ മറ്റൊരു മാസ്റ്റർ സ്ട്രോക്ക് ഗാനത്തിലെ കല്യാണിയുടെ ഡാൻസിന് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഉപദേശങ്ങളും നിരാശാ പ്രകടനങ്ങളുമാണ്. നീലിയിൽ നിന്നും വിട്ടൊഴിയാൻ അനുവദിക്കാതെ കല്യാണിയെ തളയ്ക്കുന്ന സോഷ്യൽ മീഡിയ. ലോക ചാപ്റ്റർ 1-ലെ ചന്ദ്ര അഥവാ നീലി കല്യാണി പ്രിയദർശൻ എന്ന താരത്തിന്റെ കരിയർ ബെസ്റ്റ് കഥാപാത്രമാണ് എന്നതിൽ തർക്കമില്ല. യുഗയുഗാന്തരങ്ങളായി മാറ്റങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും മുന്നിൽ കണ്ടു മുതിർന്ന നൂറ്റാണ്ടുകൾ പ്രായമുള്ള നീലി ആ നായികയുടെ അതുവരെയുള്ള ഇമേജിനെ തന്നെയാണ് പൊളിക്കുന്നത്. എന്തിന്? ഈ നാടിന്റെ യക്ഷി സങ്കല്പങ്ങൾക്ക് തന്നെ തടയിട്ടുകൊണ്ടാണ് ചുവന്ന മുടിയും സെപ്റ്റം പിയേഴ്സിംഗും തിളങ്ങുന്ന ലെൻസുകളുമുള്ള നീലി എത്തുന്നത്. ഞാനുമായി യാതൊരു സാദൃശ്യവുമില്ലാത്ത കഥാപാത്രമാണ് ചന്ദ്ര. നൂറ്റാണ്ടുകളുടെ പ്രായമുള്ളയാൾ. ഞാൻ സംസാരിക്കുമ്പോൾ മിനിറ്റിൽ 10 തവണയെങ്കിലും ബ്ലിങ്ക് ചെയ്യും, കൈ ഉപയോഗിച്ച് സംസാരിക്കും. പക്ഷേ കഥാപാത്രം അങ്ങനെയല്ല. എന്നോട് ഡൊമിനിക് ആവശ്യപ്പെട്ടതും ബ്ലിങ്ക് ചെയ്യാതെ പേസ് മാറാതെ തുടരാനാണ് എന്ന് കല്യാണി പല അഭിമുഖങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. ജാതി വിവേചനത്തിന്റെ ആദ്യ ബന്ധനം അടർത്തി മാറ്റി നീലി പുനർജനിച്ചെത്തുന്നത് മുതൽ വിജയങ്ങളിലൊക്കെയും മരണം മുന്നിൽ കണ്ടിട്ടുള്ള മരണമില്ലാത്ത നായിക. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകുമ്പോഴും എമ്പതറ്റിക്കായി തുടരുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിക്കാൻ മടിയില്ലാത്ത കഥാപാത്രത്തിലേക്ക് പൂർണ്ണമായും കല്യാണി പരിവർത്തിക്കപ്പെടുന്നുണ്ട്. അസാമാന്യ മെയ്വഴക്കമുള്ള ആക്ഷനും അതേസമയം ഒരു വെളുത്ത വസ്ത്രത്തിൽ കിളിയെ കിളിയെ എന്ന പാട്ടിനൊപ്പം പ്രസന്റ് ചെയ്യുന്ന വശ്യതയും പ്രേക്ഷകർക്കിടയിൽ പ്രിയപ്പെട്ട സ്ഥാനം കല്യാണിക്ക് സമ്മാനിക്കുന്നുണ്ട്. എന്നതുകൊണ്ട് വീണ്ടും വീണ്ടും അതേ കഥാപാത്രത്തിലേക്ക് ഒരു അഭിനേതാവിനെ ഒതുക്കാനാവില്ല. 2017 തന്റെ 24-ാം വയസ്സിൽ തെലുഗു ചിത്രം ഹലോയിലാണ് കല്യാണി പ്രിയദർശൻ ആദ്യമായി നായികയാവുന്നത്. പിന്നീട് തമിഴിലും കയ്യൊപ്പ് പതിപ്പിച്ച ശേഷമാണ് വരനെ ആവശ്യമുണ്ട് എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറുന്നത്. മരക്കാർ, ബ്രോഡാഡി, ഹൃദയം, തല്ലുമാല വർഷങ്ങൾക്ക് ശേഷം തുടങ്ങി വിജയ ചിത്രങ്ങൾ പലതിലും കല്യാണി പ്രധാന വേഷങ്ങൾ തന്നെ ചെയ്തു വെച്ചു. ഹൃദയത്തിലെ നിത്യ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രെൻഡ് സെറ്റർ ആണ്. തല്ലുമാലയിലെ പാത്തുവിന്റെ സ്വാഗ് ബീറ്റ് ചെയ്യാൻ കെൽപ്പുള്ള മറ്റൊരു പാത്തു പോലും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ലോകയുടെ റിലീസിന് തലേ ദിവസം വരെയും ഒരു സൂപ്പർ ഹീറോയിൻ വേഷത്തിലേക്കുള്ള കല്യാണിയുടെ കാസ്റ്റിംഗിൽ സംശയം പ്രകടിപ്പിച്ച മലയാളി ആസ്വാദകർക്ക് നീലി ഒരു കടുപ്പമേറിയ മറുപടിയായി. പറഞ്ഞു വന്നത് ലോകയ്ക്ക് മുൻപും ശേഷവും കല്യാണി എന്ന അഭിനേത്രിക്ക് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ട്. അതിലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ജീനിയും വരാനിരിക്കുന്ന കാർത്തി ചിത്രം മാർഷലും ഉൾപ്പെടും. നീലയിൽ നിന്നും ഇത്തരം ഒരു വേഷം പ്രതീക്ഷിച്ചില്ല എന്ന് തുടങ്ങുന്നതാണ് അബ്ദി അബ്ദി എന്ന ജീനിയിലെ പാട്ടിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. കൃതി ഷെട്ടിക്കൊപ്പമുള്ള പവർ പാക്ക് ഡാൻസ് പെർഫോമൻസ് ആണ് കല്യാണി കാഴ്ചവെക്കുന്നത്. ഇതുവരെയും ചെയ്തിട്ടില്ലാത്തത് പരീക്ഷിച്ചുകൊണ്ടാണ് കരിയറിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മുൻപ് തന്നെ കല്യാണി പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ശേഷം മൈക്കൽ ഫാത്തിമയിൽ മലബാർ സ്ലാങ് പരീക്ഷിച്ചതും ആന്റണി എന്ന ചിത്രത്തിനായി കിക്ക് ബോക്സിംഗ് പഠിച്ചതും. ആ ശ്രേണിയിൽ കല്യാണി പരീക്ഷിച്ചു കണ്ടിട്ടില്ലാത്ത മേഖല കൂടിയാണ് ഡാൻസ്. നൃത്തത്തിൽ താല്പര്യമില്ലാത്ത താൻ ഡാൻസിങ് സ്കിൽസ് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണെന്നും പറഞ്ഞിട്ടുള്ള കല്യാണിയുടെ പഠനത്തിന്റെയും ശ്രമങ്ങളുടെയും ഫലമാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ലിസ്റ്റിലുള്ള അബ്ദി. കൃതി ഷെട്ടി എന്ന ലേബിൾഡ് പെർഫോമറുടെ ഓറയ്ക്കൊപ്പം നിൽക്കുന്ന ഔട്ട്പുട്ട്. വിമർശകർക്ക് വസ്ത്രം ഒരു പ്രശ്നമാകുമ്പോഴും ഓരോ ചുവടിലും സ്വയം നവീകരിക്കുന്ന കല്യാണിയുടെ പ്രയത്നം അവിടെയും കയ്യടി നേടുകയാണ്. മലയാള സിനിമയുടെ ആദ്യ സൂപ്പർ ഹീറോയിനിൽ നിന്നും പുതിയ അവസരങ്ങളിലേക്കും പുത്തൻ സിനിമാറ്റിക് എക്സ്പീരിയൻസുകളിലേക്കുമുള്ള കല്യാണിയുടെ മാറ്റം കൂടിയാണ് പുതിയ ചിത്രങ്ങൾ ഒരുക്കിയെടുക്കുന്നത്. പുത്തൻ ബെഞ്ച് മാർക്കുകളിലേക്ക് ആ കലാകാരി വഴിവെട്ടുമ്പോൾ പഴയ കഥാപാത്രങ്ങൾ കൊണ്ട് കിടങ്ങു തീർക്കാതിരിക്കുക.